മഹാരാഷ്ട്രയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തു. ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റ് എന്ന് സൂചന. പി ആർ അരവിന്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, രാജ്യമെമ്പാടും ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് അരവിന്ദ്? അനീഷ, മഹാരാഷ്ട്രയിലാണ് മലയാളി വൈദികനെയും ഭാര്യയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള മറ്റു വൈദികരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു നാഗ്പൂർ മിഷനിലെ ഫാദറായ സുധീറും ഭാര്യ ജാസ്മിനും പോയത്. അവിടുത്തെ പ്രാദേശിക വൈദികരുടെ ക്ഷണപ്രകാരമാണ് ഈ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയത്. പക്ഷെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെയാണ് പോലീസ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കൊപ്പം നാല് പ്രാദേശിക വൈദികരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇവർ നാഗ്പൂരിലെ ശിങ്കോഡയിലെ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവരെ നിർബന്ധിത പരിവർത്തനം അടക്കം നടത്തിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റ് നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മലയാളി വൈദികനടക്കം 6 പേരെയാണ് ഈ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പ്രാദേശിക വൈദികരും അവരുടെ ഭാര്യമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ജാമ്യത്തിലെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് കൂടെ ഉണ്ടായിരിക്കുന്ന വൈദികർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനീഷ, ശരി, പി ആർ അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.